Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് PLA control and microprogram control. Okay, these are the methods of control organization. In this previous video, you studied other two methods of control organization, that is flip-flopper state method, sequence register and decoder method. Okay, first one, PLA control. PLA means programmable logic array. Okay. The PLA control is similar to the sequence register and decoder method, except that all combinational circuits are implemented with PLA, including the decoder and the decision logic. That is, decoder and decision logic are implemented with the PLA. Okay, the PLA is a large-scale integration device. Okay, PLA use ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ you can reduce the number of ICs and number of interconnection wires. See this figure. This is a block diagram of PLA control. So ഇതാണ് ഒരു PLA circuit. That is the large scale integration device which can be implement any combinational circuit. Okay, അപ്പോൾ നിങ്ങൾക്കൊരു സീക്വൻസ് രജിസ്റ്റർ കാണാം. Okay, സീക്വൻസ് രജിസ്റ്റർ ആണ് PLAയുടെ പ്രൈമറി എലമെൻറ്റ്. Okay. The sequence register determines the present state of control unit. Okay. Then sequence register present state external input condition നോക്കിയിട്ടാണ് PLA will determine which micro operation have to be initiated. Okay. Then നിങ്ങൾക്ക് കാണാം PLA output is connected to input of the sequence register. That is, the output of the PLA determines the next state of the sequencer. Output of the PLA determines the next state of the sequencer. Okay, ഇത്രയാണെന്ത് ഒരു PLA കൺട്രോൾ. അപ്പോൾ PLAയുടെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് സീക്വൻസ് രജിസ്റ്റർ ആണ്. ഓക്കെ ഓക്കെ ദ നെക്സ്റ്റ് ടോപ്പിക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഓക്കെ, ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു ഇനീഷ്യേറ്റ് ദ സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഓഫ് മൈക്രോ ഓപ്പറേഷൻ. ഓക്കെ, അറ്റ് എനി ഗിവൺ ടൈം കുറച്ച് ഓപ്പറേഷൻസ് മാത്രമേ ഇനീഷ്യേറ്റ് ചെയ്യൂ, ബാക്കിയുള്ളത് എന്താണ് ഐഡലായിട്ട് സെറ്റ് ചെയ്യും. ദെൻ കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, കൺട്രോൾ വേർഡ്. ഓക്കെ, എ കൺട്രോൾ വേരിയബിൾ അറ്റ് എനി ഗിവൺ ടൈം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ് കോൾഡ് കൺട്രോൾ വേർഡ്. ഓക്കെ, അപ്പോൾ ഒരു കൺട്രോൾ വേർഡിൽ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓരോ ബിറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കൺട്രോൾ സിഗ്നലിനെയാണ്. ഓക്കെ, ദെൻ ദിസ് കൺട്രോൾ വേർഡ് ക്യാൻ ബി പ്രോഗ്രാം ടു ഇനീഷ്യേറ്റ് മൈക്രോ ഓപ്പറേഷൻ. ദ നെക്സ്റ്റ്, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. എ കൺട്രോൾ യൂണിറ്റ് ഹൂസ് കൺട്രോൾ വേരിയബിൾ ആർ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി കോൾഡ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, അതായത് ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ മെമ്മറിയിൽ കൺട്രോൾ വേർഡ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. നെക്സ്റ്റ് വൺ, മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഈച്ച് കൺട്രോൾ വേർഡ് ഓഫ് മെമ്മറി is known as മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ മൈക്രോ പ്രോഗ്രാം. ദ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആർ known as മൈക്രോ പ്രോഗ്രാം. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സം മൈക്രോ പ്രോഗ്രാം വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദി കൺട്രോൾ മെമ്മറി. ഓക്കെ ഓക്കെ ആൻഡ് ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ മെമ്മറി, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ, നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ. ഓക്കെ, ആൻഡ് ദിസ് കൺട്രോൾ മെമ്മറി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ROM and all the micro instructions are stored in this control memory. Okay, ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കൺട്രോൾ സിഗ്നൽസ് ആണ്. സോ ദിസ് സിഗ്നൽ ഇനീഷ്യേറ്റ് സം മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ്, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ സ്പെസിഫൈ വിച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻ റീഡ് ഫ്രം കൺട്രോൾ മെമ്മറി. ഓക്കെ, ദെൻ ഒരു പെർട്ടിക്കുലർ മൈക്രോ ഇൻസ്ട്രക്ഷൻ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്താൽ കറസ്പോണ്ടിങ് മൈക്രോ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ വൺസ് ദിസ് ഓപ്പറേഷൻസ് ആർ എക്സിക്യൂട്ടഡ് ദ കൺട്രോൾ യൂണിറ്റ് മസ്റ്റ് ഡിറ്റർമൈൻ നെക്സ്റ്റ് അഡ്രസ്. ഓക്കെ, ഈ നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്ററാണ്.
ഓക്കെ. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ കാണാം. ഓക്കെ, ഇതിൻ്റെ ബേസിൽ എന്താണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഫോമാറ്റിൽ സം ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സം അതർ അഡ്രസ്സാണ്. സോ ഈ ഒരു അഡ്രസ്സിൻ്റെ ബേസിൽ എന്താണ് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടുത്തെ ആരോ. അതായത് ഔട്ട്പുട്ട് ഓഫ് ദ കൺട്രോൾ മെമ്മറി ഈസ് ദി ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ. ഓക്കെ, ദെൻ ഒരു മൈക്രോ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ എന്താണ് നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ദെൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്തിനായിരിക്കും ടു റീഡ് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇത്രയാണ് എന്ത് ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്. ഓക്കെ, മെയിനായിട്ട് 3 പാർട്ടാണുള്ളത്. നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ, കൺട്രോൾ അഡ്രസ് ജനറേറ്റർ ആൻഡ് കൺട്രോൾ മെമ്മറി. ഓക്കെ.